ഹംപിയിൽ കോദണ്ഡരാമ ക്ഷേത്രവും വരാഹക്ഷേത്രവും കഴിഞ്ഞ് തുംഗഭദ്രയുടെ കരയിലൂടെ മുമ്പോട്ട് അല്പം കൂടി ചെന്നാൽ വിശാലമായ കുന്നിൻ ചെരുവിൽ നിരവധി പടികളുള്ള വലിയ പടിക്കെട്ടോടു കൂടിയ നരസിംഹക്ഷേത്രം കാണാവുന്നതാണ്. 1386 ഹിരിയ തിമ്മഷെട്ടി നിർമ്മിച്ച പടിഞ്ഞാറ് ദർശനമായ ഈ ക്ഷേത്രത്തിന് ഗർഭഗൃഹം അഥവാ ശ്രീകോവിൽ, അന്തരാളം, അർദ്ധമണ്ഡപം, മുഖമണ്ഡപം എന്നിവയുണ്ട്. ശ്രീകോവിലിൻ്റെ മുകളിൽ കദംബ നാഗര ശൈലിയിൽ ശുഖനാസികയോടുകൂടിയ 6 തട്ടുകളുള്ള ശിഖരം കാണാവുന്നതാണ്. ഈ ക്ഷേത്രത്തിൻ്റെ നമ്മളിപ്പോൾ പ്രവേശിച്ചതിന് മറുവശത്ത് ഈ കാണുന്ന ഇരുനിലയുള്ള ഗോപുര കവാടമുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ക്ഷേത്രത്തിലേക്കുള്ള ശരിയായ പ്രവേശന കവാടം. ഇതിൽ അത്ര ഒരുപാട് ചിത്രപ്പണികളൊന്നുമില്ല, ഉള്ളത് പക്ഷേ ഗംഭീരമാണ്, കാണാൻ അതിമനോഹരമാണ്. ഇതാണ് ശ്രീകോവിലിൻ്റെ മുകളിലുള്ള കദംബ നാഗര ശൈലിയിലെ ശിഖരം എന്ന് പറഞ്ഞത്. ഈ ഹംപിയിലെ ഈ ചില ക്ഷേത്രങ്ങൾ അത് നിർമ്മിച്ചിരിക്കുന്ന ആ പ്രകൃതി പശ്ചാത്തലം വളരെ മനോഹരമാണ്, ആരെയും വിസ്മയിപ്പിക്കുന്നതാണ്. ഒരു ക്ഷേത്രം ഇത് തന്നെയാണ്. ഈ നരസിംഹ ക്ഷേത്രം നിൽക്കുന്ന ഈ പ്രദേശം നമ്മൾ നേരിൽ കാണുമ്പം വല്ലാത്ത ഒരു വിസ്മയം നമുക്കുണ്ടാവും.